CUET UG വഴി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിലേക്കുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. CUET UG എഴുതിയിട്ടുള്ള നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. CU രാജസ്ഥാൻ അതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. CU രാജസ്ഥാൻ അതിന്റെ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം തന്നെ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതിന്റെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് curaj.cut.samarth.edu.in എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് കാര്യങ്ങൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറഞ്ഞുതരാം. ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ ഈ ഒരു വെബ്സൈറ്റിൽ കയറാൻ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏതൊക്കെ കോഴ്സുകളാണ് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആദ്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് എന്ന് പറയുന്നത് 4-year BSc കെമിസ്ട്രി ആണ്. ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. 4-year കെമിസ്ട്രി ആണ്. ഈ ഒരു കോഴ്സിൽ രണ്ട് കോമ്പിനേഷൻസ് ആണ് ക്രൈറ്റീരിയ ആയിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നുള്ളത്. നമ്മൾ CUT-യിൽ രണ്ട് ടൈപ്പ് ഓഫ് സബ്ജക്ട് എഴുതുകയാണെന്നാണ് പറയുന്നത്. ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാനിൽ BSc കെമിസ്ട്രി ഹോണേഴ്സിന് എലിജിബിൾ ആണെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഴുതാന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ നിങ്ങൾ എലിജിബിൾ ആണ്. നിങ്ങളുടെ സബ്ജക്ട് കോമ്പിനേഷനിൽ CUT-യിൽ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ എലിജിബിൾ ആണെന്നുള്ളതാണ് ഇതിന്റെ ഒരു കോഴ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ 4-year BSc ബയോ കെമിസ്ട്രി ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. ഈ ഒരു കോഴ്സിന് നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി നിർബന്ധമായി എഴുതിയിരിക്കണം എന്നുള്ളതാണ്. ഈ മൂന്നെണ്ണം എഴുതിയാൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ തേർഡ് കോഴ്സ് ആയിട്ട് വരുന്ന 4-year BSc മൈക്രോബയോളജി ആണ്. മൈക്രോബയോളജി കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിങ്ങൾ നിർബന്ധമായി എഴുതിയിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ അഡ്മിഷന് പരിഗണിക്കില്ല എന്നുള്ളതാണ്. പിന്നെ വരുന്നത് 4-year BSc എൻവയോൺമെന്റൽ സയൻസ് ആണ്. ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ് ഈ ഒരു കോഴ്സ്. അപ്പോൾ ഇതിൽ പറയുന്ന രണ്ട് തരം കോമ്പിനേഷൻസ് ആണ്. ഒന്നുകിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എഴുതണം. അപ്പോൾ ഈ രണ്ട് കോമ്പിനേഷനിൽ ഏതെങ്കിലും ഒന്ന് എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 4-year BSc ബയോടെക്നോളജി ആണ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്നെണ്ണം നിങ്ങൾ നിർബന്ധമായി എഴുതിയിരിക്കണം, എന്നാൽ നിങ്ങൾ ഈ കോഴ്സിന് എലിജിബിൾ ആവുന്നതാണ്. പിന്നെ വരുന്നത് 4-year BSc ഹോണേഴ്സ് ഫിസിക്സ് ആണ്. അപ്പോൾ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ മാത്സ് ആണ്. ഇത് മൂന്നെണ്ണം എഴുതിയാൽ നിങ്ങൾ ഈ ഒരു കോഴ്സിന് പരിഗണിക്കുക എന്നുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് കോഴ്സായിട്ട് വരുന്നത് 4-year BSc കമ്പ്യൂട്ടർ സയൻസ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിങ്ങൾ നിർബന്ധമായി എഴുതിയിരിക്കണം. ഈ മൂന്ന് സബ്ജക്റ്റ് അല്ലാതെ വേറെ എഴുതിയാൽ നിങ്ങൾ അതിന് എലിജിബിൾ അല്ല എന്നുള്ളതാണ്. പിന്നെ വരുന്നത് 4-year BSc സ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ എന്താ പറയുക സ്റ്റാറ്റിക്സ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നതും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് തന്നെ എഴുതിയിരിക്കണം എന്നുള്ളതാണ്, നിർബന്ധമായി എഴുതണം എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങൾ എക്സാമിന് ഒരു അഡ്മിഷൻ എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്നത് 4-year BSc മാത്തമാറ്റിക്സ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. ഇതിലും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതിയിരിക്കണം. ഒരുപാട് സയൻസ് കോഴ്സുകൾക്കാണ് ഈ ഒരു നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരുപാട് സയൻസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടയർ 1-ലും ടയർ 2-ലും കണക്കാക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാർക്ക് ഒരു 100 മുകളിലാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുത്താൽ എന്തായാലും കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെ ആയിരിക്കും. 250-100 മുകളിൽ മാർക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. രാജസ്ഥാൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ ഇതിൽ വരുന്ന മറ്റൊരു കോഴ്സാണ് എന്താ പറയുക 4-year BSc ഹോണേഴ്സ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അതിലും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് ക്രൈറ്റീരിയ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എലിജിബിൾ ആവില്ല എന്നുള്ളതാണ്. പിന്നെ 4-year BSc ഹോണേഴ്സ് എക്കണോമിക്സ് ആണ്. ഹോണേഴ്സ് വിത്ത് റിസർച്ച് അതിന്റെ ക്രൈറ്റീരിയ വ്യത്യാസമുണ്ട്. അവിടെ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് എടുക്കുന്നത്. ഈ ഒരു BSc എക്കണോമിക്സിന് BA എക്കണോമിക്സ് അല്ല BSc ഹോണേഴ്സ് എക്കണോമിക്സ് ആണ്. അപ്പോൾ അതിന് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ 4-year BSc ലിംഗ്വിസ്റ്റിക്സ് ഹോണേഴ്സ് വിത്ത് റിസർച്ച് ഈ ഒരു സബ്ജക്റ്റിന് ജനറൽ പേപ്പർ എഴുതണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഴുതണം, മാത്സ് എഴുതണം, ബയോളജി എഴുതണം, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് എഴുതണം. ഈ 5 പേപ്പർ എഴുതിയാലേ നിങ്ങൾ ആ ഒരു കോഴ്സിന് എലിജിബിൾ ആവുന്നുള്ളതാണ് അതിൽ പറയുന്നുള്ളത്. പിന്നെ 4-year BSc കാർഡിയോളജി ആണ്. കാർഡിയോളജി ഹോണേഴ്സ് റിസർച്ച് ആണ്. ചില സ്റ്റുഡൻസ് സയൻസ് സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ കാർഡിയോളജി പോലുള്ള കോഴ്സുകൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ രാജസ്ഥാനിൽ ഈ ഒരു കോഴ്സ് ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റ്സ് ആണ്, സയൻസ് ഡിപ്പാർട്ട്മെന്റ്സ് അറിഞ്ഞെടുത്തോളം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി 3 സബ്ജക്റ്റുകൾ എഴുതിയിരിക്കണം എന്നുള്ളതാണ്. പിന്നെ വരുന്നത് 4-year ബാച്ചിലേഴ്സ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി ആണ്. ഈ ഒരു കോഴ്സിന് നിങ്ങൾ ജനറൽ പേപ്പർ എഴുതിയാൽ മതി. CUT-യിൽ ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ BVOC ഇൻ ഇന്റീരിയർ ഡിസൈൻ വരുന്നുണ്ട്. അതിനും ജനറൽ പേപ്പർ എഴുതിയാൽ നിങ്ങൾ എലിജിബിൾ ആവുന്നതാണ്. പിന്നെ BVOC ഇൻ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ എന്നുള്ളൊരു കോഴ്സ് ഉണ്ട്. അപ്പോൾ ചില ആൾക്കാർ സയൻസിലൊക്കെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കോഴ്സാണ് BVOC കോഴ്സുകൾ. ഈ കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ BTech നോക്കുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. BTech ഇൻ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ആണ് CU രാജസ്ഥാന് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്ന BTech ഇൻ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്
അപ്പോൾ ഇതിൽ പറയുന്നത് 2 കോമ്പിനേഷൻ ആണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എഴുതണം, അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആൻഡ് ബയോളജി, ഈ 4 ഏതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിൾ ആവുന്നുള്ളതാണ് ഇതിലൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ BBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബാച്ചിലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ജനറൽ ആപ്റ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ മതിയാവുന്നുള്ളതാണ്. പിന്നെ ബി ഡെസ് ഇന്റീരിയർ ഡിസൈനിങ് ആണ്. അതിൻ്റെ ആ കോഴ്സ് നിങ്ങൾ ജനറൽ ടെസ്റ്റ് എഴുതണം. എന്താ പറയുക, ജനറൽ ടെസ്റ്റ്. അതുപോലെ തന്നെ ഫൈൻ ആർട്സ്, വിഷ്വൽ ആർട്സ്, കൊമേഴ്ഷ്യൽ ആർട്സിൽ ഏതെങ്കിലും ഒരു പേപ്പർ എഴുതുകയാണെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവുന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് CU രാജസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന ഉടൻ തന്നെ CU രാജസ്ഥാനിൽ അപ്ലൈ ചെയ്യാം. അത്യാവശ്യം 89th റാങ്ക്, NIRF റാങ്ക് 89th വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് CU രാജസ്ഥാൻ എന്ന് പറയുന്നത്. അത്യാവശ്യം ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ കണക്കാക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും CET UG എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, യൂണിവേഴ്സിറ്റികൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളും അപ്ലൈ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.